പെരുവന്താനം ഗവൺമെന്റ് യു പി സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധ ശല്യം അതിരൂക്ഷമാകുന്നു. രാത്രികാലങ്ങളിൽ സ്കൂൾ കോമ്പൗണ്ടിൽ അതിക്രമിച്ചു കയറുന്ന സംഘം സ്കൂൾ സ്വത്തുക്കൾ വ്യാപകമായി നശിപ്പിക്കുന്നതായി പരാതി. സ്കൂൾ മുറ്റത്തെ വെളിച്ചത്തിനായി നന്മ സ്വാശ്രയ സംഘം സ്ഥാപിച്ച ലൈറ്റ് കല്ലെറിഞ്ഞ് തകർത്ത നിലയിലാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി തുടരുന്ന സാമൂഹ്യ വിരുദ്ധ ശല്യത്തിൽ സ്കൂൾ അധികൃതർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കുറെ ആഴ്ചകൾക്ക് മുൻപ് പാചകപ്പുരയ്ക്ക് പുറത്തിരുന്ന പാത്രങ്ങൾ തകർക്കുകയും സ്കൂൾ കെട്ടിടത്തിന്റെ ഭിത്തികളിൽ കാലുകൾ കൊണ്ട് ചവിട്ടി വൃത്തികേടാക്കുകയും ചെയ്തിട്ടുണ്ട്. സ്കൂൾ മുറ്റത്തെ ടാങ്കിൽ വളർത്തിയിരുന്ന മത്സ്യങ്ങളെ പിടിച്ചുകൊണ്ടുപോകുന്നതും പതിവായിരിക്കുകയാണ്. മുറ്റത്ത് മനോഹരമായി ഒരുക്കിയിരുന്ന ചെടിച്ചട്ടികൾ തല്ലി തകർത്ത് നശിപ്പിച്ചു. ഇതിന് പിന്നാലെയാണ് സാമൂഹ്യ വിരുദ്ധർ സ്കൂൾ മുറ്റത്ത് വെളിച്ചം പകർന്നുകൊണ്ടിരുന്ന ലൈറ്റ് കല്ലുകൾ കൊണ്ട് എറിഞ്ഞു തകർത്തത്. രാത്രികാലങ്ങളിൽ മദ്യപാനികൾ ഉൾപ്പെടെയുള്ളവർ സ്കൂൾ പരിസരം താവളമാക്കുകയാണ്. സ്കൂൾ പരിസരത്ത് രാത്രികാലങ്ങളിൽ മദ്യപ സംഘം തമ്പടിക്കുന്നത് പ്രദേശവാസികൾക്കും വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. സ്കൂൾ വസ്തുവകകൾ നശിപ്പിക്കുന്ന സാമൂഹ്യ വിരുദ്ധർക്കെതിരെ കർശന നടപടി വേണമെന്ന് ഹെഡ്മാസ്റ്റർ റോയ് മാത്യു ആവശ്യപ്പെട്ടു. കുറച്ചു കാലമായി സമൂഹ വിരുദ്ധരുടെ യാതൊരുവിധ ശല്യവും ഇല്ലാതെ സമാധാനമായി പൊയ്ക്കൊണ്ടിരുന്നതാണ്. എന്നാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് കുറെ ആളുകൾ സ്കൂൾ കോമ്പൗണ്ടിൽ കയറുകയും ഇവിടെ ശരിയല്ലാത്ത രീതിയിൽ നിൽക്കുകയും ചെയ്തത് കണ്ടതായി ഇവിടുത്തെ PTA പ്രസിഡന്റും ഒക്കെ അന്ന് തന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. ശനിയാഴ്ച ഇവിടെ വന്ന് നോക്കുമ്പം ഇവിടെ സ്കൂൾ കോമ്പൗണ്ട് വൃത്തികേടാക്കിയിട്ടുണ്ട്, ഇവിടെ ഛർദ്ദിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നതായിട്ട് തോന്നി. അതുപോലെ ഇവിടെ നന്മ സ്വാശ്രയ സംഘം സ്പോൺസർ ചെയ്ത ഒരു ലൈറ്റ് ഉണ്ടായിരുന്നു. അത് റോഡിലേക്ക് വെളിച്ചം കിട്ടത്തക്ക രീതിയിലും അതുപോലെ സ്കൂളിൻ്റെ മുറ്റത്തേക്ക് വെളിച്ചം കിട്ടത്തക്ക രീതിയിലും അവർ അത് ചെയ്തതാണ്. മാത്രമല്ല അത് കൃത്യമായിട്ട് അവർ പരിപാലിച്ചുകൊണ്ടിരുന്നതാണ്. എന്നാൽ ഇവര് ആണെന്ന് തോന്നുന്നു ആ ലൈറ്റ് എറിഞ്ഞു പൊട്ടിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഇതിലെ ഒരു KSEBയുടെ ഒരു ലൈൻ പോകുന്നുണ്ട്. അതിൻ്റെ ഒരു സ്റ്റേ വയറിലും അതിൻ്റെ ഏറ് കൊണ്ടതിൻ്റെ ലക്ഷണമുണ്ട്. അപ്പോൾ ആ രീതിയിൽ സമൂഹ വിരുദ്ധർ ഇവിടെ കയറി ഇറങ്ങുന്നു എന്ന് വേണം കരുതാൻ. എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് PTA പ്രസിഡന്റും ഇവിടുത്തെ വാർഡ് മെമ്പറും കൂടി ചേർന്ന് അന്ന് അവരെ കണ്ട ആളുകളെ താക്കീത് ചെയ്യുകയും സ്കൂൾ കോമ്പൗണ്ടിൽ അങ്ങനെ അനാവശ്യമായിട്ട് കയറി ഇറങ്ങരുത് എന്ന് പറയുകയും ചെയ്തു. അതിലൊരാൾ ഇവിടെ ഉള്ള ആളുകൾ ആണെന്നാണ് തോന്നുന്നത്. ഏതായാലും കുറേയധികം പേരുണ്ടായിരുന്നു. എന്തായാലും സ്കൂളിൽ ഈ രീതിയിലുള്ള ഒരു കാര്യം ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. അപ്പോൾ അത് കൃത്യമായ രീതിയിൽ അതിനുള്ള നടപടികളായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. മേഖലയിൽ സാമൂഹ്യ വിരുദ്ധ ശല്യം അതിരൂക്ഷമാണെന്നും ഇതിന് അടിയന്തര പരിഹാരം വേണമെന്നും മുൻ PTA പ്രസിഡന്റും പ്രദേശവാസിയുമായ NA ജലീൽ ആവശ്യപ്പെട്ടു. ഗവൺമെന്റ് UP സ്കൂളിലെ അതിന്റെ പരിസരത്ത് സ്ഥാപിച്ചിരുന്ന സോളാർ ലൈറ്റ് സാമൂഹ്യ വിരുദ്ധർ കഴിഞ്ഞ ദിവസം അത് അടിച്ചു തകർക്കുകയുണ്ടായി. അതുകൂടാതെ പെരുവന്താനത്ത് സ്കൂളിനോടനുബന്ധിച്ചുള്ള പാചകപ്പുരയിൽ അവിടെ നാശനഷ്ടങ്ങൾ വരുത്തി. ഇവിടെ രാത്രികാലങ്ങളിൽ മദ്യപാനരുടെ ശല്യം അതീവ രൂക്ഷമാണ്. അതേപോലെ തന്നെ ഈ സ്കൂളിനോട് മുന്നിലുള്ള മാവിൻ്റെ ചുവട്ടില് എല്ലായ്പ്പോഴും ഇവിടെ ഒരു മദ്യപാനികളുടെ ശല്യം കാരണം നാട്ടുകാർക്ക് പോലും നടക്കാൻ മേലാത്ത ഒരു സാഹചര്യമുണ്ട്. ആയതിൽ അടിയന്തരമായി ഗവൺമെന്റ് പോലീസ് ഇടപെട്ട് ഇതിന് അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന് മുൻ PTA പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ അഭ്യർത്ഥിക്കുക. സംഭവത്തിൽ സ്കൂൾ അധികൃതർ പെരുവന്താനം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് അന്വേഷണം ഊർജിതമാക്കി കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു.